വയനാട്ടിൽ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് തകൃതിയായി നടന്നപ്പോൾ നെന്മേനി വലിയമൂല പ്രദേശത്തുകാർ പ്രതിഷേധത്തിലായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിച്ചായിരുന്നു പ്രതിഷേധം. 40 വർഷമായിട്ടും പ്രദേശത്തേക്കുള്ള റോഡ് നന്നാക്കാൻ ഇടപെടാത്ത അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു വോട്ട് ബഹിഷ്കരണം. അമ്പുകുത്തി വലിയമൂല റോഡ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് ദിവസം കുടുംബങ്ങൾ വോട്ട് ബഹിഷ്കരിച്ച് ഭക്ഷണം വെച്ച് വിളമ്പി പ്രതിഷേധിച്ചത്. വലിയമൂല പ്രദേശത്തെ 32 കുടുംബങ്ങളിലെ 168 പേരാണ് വോട്ട് ബഹിഷ്കരിച്ചത്. അമ്പുകുത്തി സ്കൂൾ കുന്നിൽ നിന്ന് വലിയമൂല നായിക്ക ഉന്നതി വരെ 2 കിലോമീറ്റർ ദൂരത്തിൽ വഴിവെട്ടിയിട്ട് 42 വർഷമായി. എന്നാൽ തകർന്ന ഈ പാത സഞ്ചാരയോഗ്യമായ ഒരു റോഡാക്കി മാറ്റാനുള്ള യാതൊരു ശ്രമവും ബന്ധപ്പെട്ട അധികൃതർ ചെയ്തിട്ടില്ല. ഉറച്ച തീരുമാനത്തിലെത്തിയിരിക്കുകയാണ്. ഇതൊരു സൂചന മാത്രമാണ്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പും ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പും ഞങ്ങൾ ബഹിഷ്കരിക്കുമെന്നുള്ളത്. ഇവിടെ വികസനം കാണാതെ ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ ആരും തന്നെ വോട്ട് ചെയ്യില്ല. കാരണം ആദിവാസികളും SC ST വിഭാഗത്തിൽപ്പെടുന്ന നിരവധി ആളുകൾ പാർക്കുന്ന ഈ പ്രദേശത്ത് നിന്ന് ഒരു ആള് മരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ 2 കിലോമീറ്റർ ചുമന്നു കൊണ്ടുപോകേണ്ട അവസ്ഥയാണുള്ളത്. അതിനുപോലും ഇവിടെ കഴിയാത്ത ഈ സാഹചര്യത്തിൽ ഈ ഭാഗത്തേക്ക് ഇനി വികസനം കൊണ്ടുവരാതെ വോട്ട് ചെയ്യില്ല എന്ന ഉറച്ച തീരുമാനത്തിലെത്തിയിരിക്കുന്നു. പ്രദേശത്തോടുള്ള അവഗണനയ്ക്കെതിരെ നാട്ടുകാർ വോട്ട് ബഹിഷ്കരിക്കുമെന്ന് ആഴ്ചകൾക്ക് മുൻപ് തന്നെ പാതയോരത്ത് ഫ്ലക്സ് സ്ഥാപിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല. ഇതോടെയാണ് വോട്ടെടുപ്പ് ദിനമായ ഇന്നലെ അമ്പുകുത്തി വലിയമൂല പാതയിൽ ടാർപോളിൻ വലിച്ചുകെട്ടി വോട്ട് ബഹിഷ്കരിച്ച് നാട്ടുകാർ ഭക്ഷണം വെച്ച് വിളമ്പി പ്രതിഷേധിച്ചത്. ന്യൂസ് മലയാളം, വയനാട്.